കാനാവിലെ കല്യാണത്തലേന്ന്. ദൈവനാമത്തിന് മഹത്വം. ഇന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്ന ദൈവദാസനും എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. ബഥേൽ പെന്തക്കോസ്റ്റൽ ചർച്ചിന്റെ സഹോദരിമാർ അവതരിപ്പിക്കുന്ന ഒരു ചെറിയ സ്കിറ്റിലേക്ക് നിങ്ങൾ ഏവരുടെയും ശ്രദ്ധയെ സ്വാഗതം ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ അത്ഭുതമായ വെള്ളം വീഞ്ഞാക്കിയ സംഭവം കൊണ്ട് നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ കാനാവിലെ കല്യാണ വീട്. ഇന്ന് രാത്രികാലം അവിടെ ഒരു വിരുന്ന് നടക്കുന്നു. ആ വിരുന്നിലേക്ക് ബൈബിളിലെ പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെയും സ്ത്രീ കഥാപാത്രങ്ങൾ എത്തുന്നു. അതോടൊപ്പം ആ വിവാഹം ഈ കാലത്തിൽ നടന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഞങ്ങളുടെ ഭാവനയിലൂടെ അവതരിപ്പിക്കുന്നു. കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. എന്തായി മാർത്തേ, എല്ലാം റെഡിയായോ? ഗസ്റ്റ് എല്ലാം വരാറായെന്ന് തോന്നുന്നു. നിനക്കിങ്ങനെ വന്ന് ചോദിച്ചാ മതിയല്ലോ. എനിക്കൊരു കൈ സഹായത്തിന് നിനക്ക് ഇവിടെ നിന്ന് കൂടെ മറിയേ. അതിനല്ലേ ഞാൻ നയമാനച്ചായനോട് സ്പെഷ്യൽ പെർമിഷൻ ചോദിച്ച് നമ്മുടെ ബാലികയെ ഇവിടെ ഷെഫായി നിർത്തിയിരിക്കുന്നേ. അവൾ ഉള്ളതാണ് എനിക്കൊരു ആശ്വാസം. അവൾ പിന്നെ എല്ലാം കണ്ടറിഞ്ഞ് അങ്ങ് ചെയ്തു ഉള്ളൂ. പിന്നെ മറിയേ, പറഞ്ഞിട്ടെന്ന് വേണ്ട, ഇന്നത്തെ ഫുഡിന്റെ ടേസ്റ്റ് പോലെ ഇരിക്കും നമ്മുടെ മാർത്ത കിച്ചൺസ് ബിസിനസ്. മറിയേ, ലാസർ എന്തിയേ? നമ്മുടെ വൈനിട്ട് വച്ചേക്കുന്ന കൽപ്പരണിയൊക്കെ എടുക്കാൻ അവനെ ഏൽപ്പിച്ചിരിക്കുന്നേ. കഴിഞ്ഞ വർഷം ഇട്ട് വെച്ച പൈനാപ്പിൾ വൈനും മുന്തിരി വൈനും ഒക്കെ ഉണ്ട്. അതൊക്കെ നാളത്തേക്ക് റെഡിയാക്കി വയ്ക്കാൻ ആ ചെറുക്കനെ ഒന്ന് ഓർപ്പിക്കണേ. അത് ഞാനവന് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ആ കൊച്ചമ്മേ, പെണ്ണിന്റെ അമ്മ പറയുന്നത് കേട്ടിട്ട് BBC-യിലെ പേര് കേട്ട കൊച്ചമ്മമാരും റാണിമാരും ഒക്കെയായി ഇന്ന് ഇവിടെ എത്തുന്നേന്നു. അങ്ങനെയാ ഞാനും അറിഞ്ഞത്. യേശുവും വരുന്നുണ്ടെന്നാ കേട്ടത്. മാർത്തേ, യേശു വന്നു കഴിഞ്ഞാൽ എന്നെ ആരും ഇങ്ങോട്ട് നോക്കണ്ട കേട്ടോ. പെണ്ണ് റെഡിയായോ എന്ന് നൈസായിട്ടൊന്ന് ചെക്ക് ചെയ്യട്ടെ. അയ്യോ, ഇതുവരെ പെണ്ണ് റെഡി ആയില്ലേ? ലുതിയെ, എന്നോട് ഒരുക്കമായത്. ഒത്തിരി മേക്കപ്പ് ഒന്നും വേണ്ട. BBC-യിലെ വിൽസൺ ബാസ്റ്റർ ഒക്കെ വരുന്നതാ. എല്ലാം കുറച്ച് മയത്തിലൊക്കെ മതി കേട്ടോ. അല്ല, യേശുവിന്റെ അമ്മയല്ലേ വരുന്നത്? യേശുവിന്റെ അമ്മ വന്നത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. യോസേപ്പും യേശുവും ഒക്കെ നാളെ വരുമല്ലേ? പിന്നെ മോളെ, യേശുവും ശിഷ്യന്മാരും ഒരു പരസ്യയോഗം കഴിഞ്ഞ് നാളെ ഇവിടെ എത്തും. പിന്നെ യോശപ്പച്ചായൻ നാളെ പെണ്ണിനും ചെറുക്കനും കൊടുക്കാൻ വേണ്ടിയുള്ള ദീവാൻ കോട്ട് പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക. മറിയേ, ആ ജ്യൂസും വൈനും എല്ലാം സെറ്റാക്കി വെക്കണേ. നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ. ഈ ഡ്രസ് ഇഷ്ടപ്പെട്ടോ മോളെ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആന്റി. ആക്ച്വലി ഞാൻ ഒത്തിരി ഡിസൈനേഴ്സിനെ നോക്കി. എന്റെ ഫ്രണ്ടാണ് ആന്റിയെ റെക്കമെൻഡ് ചെയ്തത്. ഐ റിയലി ലൈക്ക് ദ കോസ്റ്റ്യൂം ആൻഡ് ദ മേക്കപ്പ്. ഐ എം സോ എക്സൈറ്റഡ് ആന്റി. നമുക്കൊരു സെൽഫി എടുക്കാം. അച്ചായന് അയച്ചു കൊടുക്കാമല്ലോ. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസും അപ്ഡേറ്റ് ചെയ്യട്ടെ. ഇതെല്ലാം എന്റെ തൊയ്താര ബ്യൂട്ടിക്കിൽ നിന്നാ. നെക്സ്റ്റ് മന്ത് ഇവിടെ കാനാവിലും ഒരു ന്യൂ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓ നൈസ്, കൺഗ്രാറ്റ്സ് ആന്റി. ഓൾ ദി ബെസ്റ്റ്. ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. യേശു പ്രാർത്ഥിച്ചു തുടങ്ങണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആരാ മോളെ നമ്മുടെ സംഗീത ശുശ്രൂഷ? അത് നമ്മുടെ BBC വയർ സിംഗേഴ്സിന് തന്നെ അങ്ങ് കൊടുത്തു. അവരാണെങ്കിൽ അറബിയും ഹീബ്രുവും പാട്ടൊക്കെ പാടും. മിറിയാമാ അതിന്റെ ലീഡർ. ആഹാ, അത് ഏതായാലും നന്നായി. ഇപ്പൊ അവർക്കാണ് ഡിമാൻഡ് കൂടുതൽ. കല്യാണത്തിന് അവരുടെ ഫുൾ ടീം ഉണ്ടാകാറുണ്ട്. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, ഹീബ്രു, അറബി, അങ്ങനെ എല്ലാ ഭാഷകളിലും പാടിക്കോളും. മിറിയാം മ്യൂസിക് ടീമിങ് എത്തിയല്ലോ.
Hello, aunties. How are you all? Hey, beautiful bride. And a full team on the way ആണ്. And meet my very talented co-singer, Deborah. അഹരോനും മോശയും എന്തു പറയുന്നു മിരിയാമേ? സുഖമായിരിക്കുന്നു അല്ലേ? Oh, yeah. അവര് ചേർച്ച് മിനിസ്റ്റർ ഒക്കെ ആയിട്ട് നല്ല ബിസി ആയിട്ട് പോകുന്നു. അതെന്തുവാ? അത് ഞങ്ങളൊരു ഇന്റർനാഷണൽ മ്യൂസിക് ഫെസ്റ്റിവലിന് ജപ്പാനിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. അടുത്ത തന്നെ ഒരു യൂറോപ്യൻ ട്രിപ്പ് ഉണ്ട്. പിന്നെ നമ്മുടെ കൊച്ചിന്റെ കല്യാണത്തിന് നേരത്തെ ബുക്കിംഗ് ഉണ്ടായിരുന്നാണേ, അതാ വന്നേ. മോളെ, എന്തൊക്കെ പാട്ടുകളാ പാടുന്നേ? നമുക്കറിയാവുന്ന പഴയ പാട്ടുകൾ പാടാൻ നോക്കണേ. നോ വരീസ് ആന്റി, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞാ മതിയേ. ഞാൻ ഓൾറെഡി റെക്കമെൻഡേഷൻ പറഞ്ഞിട്ടുണ്ട്, അത് ഉണ്ടാകുമല്ലോ അല്ലേ? നമുക്കത് സെറ്റ് ആക്കാന്നേ. ഞാൻ പാട്ട് പാടാൻ സ്പെഷ്യൽ ഗസ്റ്റിനെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ പേയ്മെന്റ് എല്ലാം ഒന്ന് കൺസിഡർ ചെയ്യണേ. ഓക്കെ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. മൈക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. നമ്മുടെ ഷൗമലിന്റെ അമ്മ അന്നാമാമ വരുന്നു. ഞാൻ ലേറ്റ് ആയില്ലല്ലോ അല്ലേ? ഇല്ല സിസ്റ്ററെ, കറക്റ്റ് ടൈമാ. എല്ലാവരും വരുന്നതേ ഉള്ളൂ. പിന്നെ മിരിയാം എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഒരുമിച്ച് ആ ശുശ്രൂഷ അങ്ങ് ലീഡ് ചെയ്തോണം കേട്ടോ. അത് ഞങ്ങൾ ഏറ്റു. ശമുവേൽമാൻ തിരക്കായതുകൊണ്ട് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ ആരുമില്ലായിരുന്നു. പിന്നെ ഞാൻ ടാക്സി എടുത്താ വന്നത്. ഹന്നാമ്മേ, എങ്ങനെയുണ്ട് ശമുവേലിന്റെ മിനിസ്ട്രിയൊക്കെ? യേശുവിനെ അമ്മേ, എല്ലാം നന്നായി നടക്കുന്നു. ദൈവസനത്തിൽ ഒത്തിരി പ്രാർത്ഥിച്ചു കിട്ടിയ കുഞ്ഞാ. അവൻ വിശ്വസ്തയോടെ വേല ചെയ്യുന്നു. ഇത് കാണുന്നതിലെ സന്തോഷം വേറെ എന്താ. ഇപ്പൊ വീട്ടിലിരിക്കാൻ ടൈം കിട്ടുന്നില്ല. എന്തായാലും ദൈവത്തിന് വേണ്ടിയാണല്ലോ. ആഹാ, സഫീറ വരുന്നുണ്ടല്ലോ. ഇത് നിന്റെയാ സ്വർണപ്പെട്ടിയല്ലേ? ഇത് നിനക്ക് വീട്ടിൽ വെച്ചിട്ട് വന്നുകൂടെ സഫീറേ? ഇത് 4 പേര് കാണാൻ വേണ്ടി ഞാൻ എപ്പോഴും കൊണ്ടു നടക്കുന്നതാ. അത് നന്നായി. കൊച്ചിന്റെ കല്യാണത്തിന് വേണ്ടി ഞാനും അനന്യാസ് അച്ചായനും എന്നും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒടുവിൽ അത് നടന്നല്ലോ. വല്ല IELTSോ OETയോ ഒക്കെ എഴുതി വല്ല ഓസ്ട്രേലിയക്കോ കാനഡയ്ക്കോ ഒക്കെ ജീവിക്കാൻ പോണം എന്ന് പറയണം. മോളെ കൊണ്ട് പറയിപ്പിച്ചാ മതി കേട്ടോ. പിന്നെ കൊച്ചിന് സ്ത്രീധനം വല്ലതും കൊടുക്കുന്നുണ്ടോ? അവരൊന്നും ചോദിച്ചില്ല. അവര് കൊച്ചിനെ മാത്രമേ ചോദിച്ചുള്ളൂ. അത് നമ്മൾ അങ്ങ് കൊടുക്കുന്നു. നന്നായി അങ്ങ് ജീവിച്ചു കണ്ടാ മതിയായിരുന്നു. ഈ സഫീറ പറയുന്നതൊന്നും ചെവി കൊടുക്കണ്ട. മുൻപേ അവന്റെ രാജ്യനീതി അന്വേഷിക്കുക. ബാക്കി നന്മകൾ ദൈവം തന്നോളും. കർത്താവ് തരുന്ന നന്മകളിൽ വിശ്വസ്തരായിട്ടിരിക്കുക. ഇതെന്തോ കുന്തറാണ്ടാണ്. കേൾക്കാനും വയല, അറിയാനും വയല. ഹലോ. ഓക്കെ, നിങ്ങൾ അവിടെ നിൽക്ക്. ഇപ്പൊ ഞാൻ ആളിനെ വിടാം കേട്ടോ. ഓക്കെ, ശരി. മിസ്സിസ് ലോത്ത് വന്നോ? എന്തോ ചെയ്യാനാ ആ കൊച്ചിന്റെ ഒരു കാര്യം. വിളിച്ചെങ്കിലും വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവളെ ഇവിടെ ഒന്ന് ഇരുത്തണേ. ബാലികേ, മറിയേ, നിങ്ങൾ എങ്ങോട്ടൊന്ന് വന്നേ. നമുക്കൊരു പണിയുണ്ട്. എന്നാ ഉണ്ട് സിസ്റ്ററെ, സുഖമായിരിക്കുന്നു? എന്താ പറയാനാ സിസ്റ്ററെ, ഇതിൽ കൂടുതൽ എന്താ സുഖം. എല്ലാരും നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ. എന്റെ അവസ്ഥ കണ്ടോ? അത് കയ്യിലിരിപ്പോണ്ട. ഇനി ഉപ്പിനൊന്നും ക്ഷാമമില്ല. ആവശ്യമുള്ളപ്പോ പോയി ചിരണ്ടി ഇങ്ങി എടുത്താ മതി. കുച്ചേടി, ഇവിടെ ഒരു സ്ട്രോ ഉണ്ട്. ആ സ്ട്രോ ഗ്ലാസ്സിൽ ഇട്ടിട്ട് വായിലോട്ടൊന്ന് വെച്ചിട്ടാ. അമ്മാമ്മ ഇരിക്കെ, നിന്ന് ബുദ്ധിമുട്ടണ്ട. അല്ല, അത് ആരാ വരുന്നേ? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇതാരാ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഷോൾ ഒന്ന് മാറ്റിക്കേ. ഇത് നമ്മുടെ ഹവ്വാമ്മച്ചല്ലയോ? ഇത് ഞാൻ തന്നെയാ. ഹവ്വാമ്മച്ചി, എന്തുകൊണ്ട് വിശേഷം? ഒരു ആപ്പിൾ എടുക്കട്ടെ? എന്റെ പൊന്നു മോളെ, ഇപ്പൊ ഞാൻ ഫ്രൂട്ട്സും ജ്യൂസും ഒന്നും കുടിക്കാറില്ല. പണ്ട് ഒരു ആപ്പിൾ കഴിച്ചതിന്റെ ഫലം ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അത് പോട്ടെ എന്റെ സഹോദരി, അന്ന് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി. ഇതാരൊക്കെയാ വരുന്നേ? ബെസ്റ്റ് അമ്മായിയമ്മയും മരുമോളും ആണല്ലോ. കേറി വാ നയോമി.
നീ നല്ല സുന്ദരിയായിരിക്കുന്നു. ഇങ്ങോട്ട് വന്ന് വിശേഷങ്ങളൊന്ന് തിരക്കട്ടെ. അതെ യേശുവിൻ്റെ അമ്മേ, എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ പൊന്നുപോലെ നോക്കുന്നത്. രൂത്തുമോളും ബോവസുമോനും എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കർത്താവിൽ സന്തോഷമായിട്ടും സുഖമായിട്ടും ഇരിക്കുന്നു. ബോഗസ് വന്നില്ലേ റൂത്തുമോളെ? ഓ ഇല്ല അമ്മാമ്മേ, വയലിൽ ഇന്ന് കൊയ്ത്തിന് വേലക്കാരുണ്ട്. അച്ചായൻ അവിടുന്ന് അനങ്ങാൻ പറ്റില്ല, അതുകൊണ്ടാ ഇന്ന് വരില്ല. നാളെ രാവിലെ അവിടെ എത്തും. പിന്നെ നയമ്മി, നമ്മുടെ ഓർഫ ഇപ്പൊ എവിടെയാ? അവൾ അവിടെ സുഖമായിരിക്കുന്നേ? ഓർപ്പമോള് പേരൻസിൻ്റെ അടുത്ത് സുഖമായിട്ടിരിക്കുന്നു. ഇന്നലെ കൂടെ ഞങ്ങൾ വാട്സപ്പ് കോൾ ചെയ്തിരുന്നേ ഉള്ളൂ. എല്ലാവരോടും അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. എന്നാലും നവമി, ഓർപ്പ നിന്നെ ഇട്ടിട്ട് പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാ വിഷമം. ആ നവമി തള്ള കാരണമായിരിക്കും. പാവം ഓർപ്പമോള്. എന്നാ നിങ്ങൾ അങ്ങോട്ട് ഇരിക്ക്, ജ്യൂസും ഫുഡും എടുത്ത് കഴിക്കണേ. ആരാ വരുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. എന്നാ പറ്റിയ? പ്രിസ്കില ഇന്ന് താമസിച്ചു പോയല്ലോ. സോറി മോളെ, ഞാൻ വേറൊരു കല്യാണത്തിന് പോയിട്ട് വരുന്ന വഴിയാണ്. അവിടെ പൗലോസ് ഉപദേശി ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോഴത്തെ ജനറേഷന്റെ വിവാഹവും അതിന്റെ പരാജയവുമാണ് കൂടുതൽ സംസാരിച്ചേ. എങ്ങനെ അവരെ ആത്മീയത്തിൽ ബലപ്പെടുത്താൻ പറ്റുമെന്നൊക്കെ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയുമായിരുന്നു. ഞാൻ അങ്ങോട്ടൊന്ന് പോയിട്ട് വരട്ടെ, എല്ലാവരെയൊക്കെ ഒന്ന് കാണട്ടെ. ഉത്തരവ്, എസ്തർ രാജ്ഞി എഴുന്നള്ളുന്നു. റാണിക്കുള്ള ഇരിപ്പിടമെല്ലാം റെഡിയല്ലേ? ശുശ്രൂഷകളെല്ലാം നമുക്ക് പെട്ടെന്ന് ആരംഭിക്കണം. ഇവിടുത്തുള്ള ശുശ്രൂഷ കഴിഞ്ഞു വേണം റാണിക്ക് മൊർദെഖായി അങ്കിളുമായിട്ടുള്ള മീറ്റിംഗ് കൂടുവാൻ. ദൈവമക്കളെ, നമ്മൾ ഇന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്നത് നാളെ വിവാഹിതരാകാൻ പോകുന്ന നമ്മുടെ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അറിയിക്കുവാനുണ്ടെങ്കിൽ അതിന് സമയമെടുക്കുക. ഞാൻ തന്നെ തുടങ്ങാം. എനിക്കെൻ്റെ ജീവിതത്തിൽ നിന്നും കുഞ്ഞിനോട് പറയാനുള്ളത്, എൻ്റെ പ്രാർത്ഥനയും കണ്ണുനീരും കണ്ടാണ് ദൈവം എനിക്ക് ശമൂവേൽ ബാലനെ തന്നത്. എൻ്റെ ആഗ്രഹം പോലെ അവൻ ഇന്ന് ദൈവത്തിൻ്റെ രാജ്യത്തിനായി പ്രയോജനപ്പെടുന്നു. അതുപോലെ നിനക്കും നിന്റെ ജീവിതത്തിലും നിന്റെ കുടുംബജീവിതത്തിലും ഏത് സാഹചര്യത്തിലും പ്രാർത്ഥനാവീരയായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ ഞാൻ മെസ്സിലോത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നെ പോലെ ഒരിക്കലാകരുത്. ദൈവം പറഞ്ഞത് അനുസരിക്കാതെ ഇരിക്കുന്ന എല്ലാവരും ഒരു പാഠമാകട്ടെ എൻ്റെ ഈ ജീവിതം. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും എന്റെ സ്നേഹവന്ദനം. നാളെ വിവാഹിതയാകുന്ന നവവധുവിനും എന്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസയും അറിയിക്കുന്നു. ഒരു സാധാരണക്കാരിയായിരുന്ന എന്നെ എന്റെ ദൈവം എന്റെ ജനത്തിന്റെയും രാജ്യത്തിന്റെയും നന്മയ്ക്കായി ഉപയോഗിച്ചതുപോലെ നിന്നെ, നിന്റെ കുടുംബജീവിതത്തെ, കേറിച്ചെല്ലുന്ന ഭവനത്തെ, മാതാപിതാക്കളുടെയും സഭയെയും ദേശത്തെയും എല്ലാം ഒരു അനുഗ്രഹമാക്കി മാറ്റട്ടെ. അതിനാൽ സ്വയം സമർപ്പിച്ച് ദൈവത്തിലുള്ള വിശ്വാസം ഒരിക്കലും കുറഞ്ഞു പോകാതെ വിശ്വാസത്തോടെയും അന്ത്യത്തോളം നിൽക്കുവാനും ദൈവം കുഞ്ഞിനെ സഹായിക്കട്ടെ. ഇനി പ്രിസ്കില സംസാരിക്കട്ടെ. എന്റെ മോളോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. ഇതുവരെ നിങ്ങൾ രണ്ടുപേരായിരുന്നു, ഒറ്റയ്ക്കായിരുന്നു ഓടിയതും അല്ലേ? ഇനി ഒരുമിച്ച് ദൈവത്തിന് വേണ്ടി ഓടണം. പിന്നെ പൗലോസ് ഉപദേശി പറഞ്ഞ ചില കാര്യങ്ങൾ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നു. ഭാര്യ ഭർത്താവിന് കീഴടങ്ങി സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ സകലത്തിലും കീഴടങ്ങണം. അതിന്റെ അർത്ഥം ഭർത്താവിന്റെ അടിമ ആകുക എന്നുള്ളതല്ല. ഭർത്താവിനെ ബഹുമാനിച്ച് നിന്റെ എല്ലാ ആഗ്രഹങ്ങളും നിന്റെ ഭർത്താവിനോടായിരിക്കണം. പിന്നെ പുരുഷൻ മണ്ണിൽ നിന്നാണ് ഉണ്ടായത്, അത് വേഗത്തിൽ ഉടഞ്ഞു പൊടിക്കും. എന്നാൽ സ്ത്രീ അത് പൊടിയിൽ നിന്നല്ല, ഇലയിൽ നിന്നാണ് ഉണ്ടായത്. അതുകൊണ്ട് എവിടെയും ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ അടിച്ചു നേരെയാക്കാമെന്ന് ചിന്തിക്കുന്നത് ഭോഷത്വമാണ്. മോളെ, നീ അവനെ സ്നേഹിച്ച് അനുസരിച്ച് ബഹുമാനം കൊടുത്ത് ജീവിക്കുന്ന ഉടമ്പടിയാണ് വിവാഹം. നീ അവനോട് വിശ്വസ്ത പുലർത്തുക.
നിങ്ങൾ ജീവിതത്തിലെ എന്ത് പ്രതിസന്ധി വന്നാലും ഒരുമിച്ച് നിൽക്കുക. കുടുംബത്തെ സംബന്ധിച്ച് എല്ലാ തീരുമാനങ്ങളും ഒരുമിച്ച് ആലോചിച്ച് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു മുന്നോട്ടു പോവുക. പ്രാർത്ഥിക്കുന്ന കുടുംബം മാത്രമേ ഒന്നിച്ച് നിലനിൽക്കൂ. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ കുറ്റപ്പെടുത്താതെ ഐക്യതയോടെ ഒരുമിച്ച് തന്നെ നേരിടുക. കുടുംബജീവിതത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നിങ്ങളെല്ലാവരും വന്നതിൽ ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കെടുത്തതിന് എൻ്റെ കുഞ്ഞിനോട് അവൾക്ക് പറഞ്ഞു കൊടുത്ത നല്ല ഉപദേശങ്ങൾക്കെല്ലാം നിങ്ങളോട് നന്ദിയെ ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് നാളെ നടക്കുന്ന വിശുദ്ധ വിവാഹത്തിന് നിങ്ങളെല്ലാവരും ഉണ്ടായിരിക്കണം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു. മാറാനാഥ. മാറാനാഥ. കാനാവിലെ കല്യാണപ്പെണ്ണ് തന്റെ കാന്തനെ കാത്തിരിക്കുന്നത് പോലെ നാം ഓരോരുത്തരും നമ്മുടെ കാന്തനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനായി കാത്തിരിക്കുകയാണ്. കല്യാണപ്പെണ്ണ് അതീവ സുന്ദരിയായി ഒരുങ്ങിയിരിക്കുന്നത് പോലെ ആത്മാവിന്റെ ഫലങ്ങളാൽ നമ്മളും നമ്മെ തന്നെ അലങ്കരിച്ച് നമ്മുടെ കർത്താവിനെ വരവേൽക്കാൻ ഒരുങ്ങിയിട്ടുണ്ടോ? വചനം പറയുന്നു, നാം വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവരായി അവന്റെ വരവിനായി ഒരുങ്ങിയിരിക്കുകയാണെങ്കിൽ അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിന്റെയും പുതിയ ഭൂമിയുടെയും അവകാശികളായി തീരും. ഈ വിവാഹത്തലേന്ന് ഒരു ഓർമ്മപ്പെടുത്തലാണ്. അവരുടെ ജീവിതം നമുക്കൊരു സന്ദേശമാണ്. ദൈവത്തെ അനുസരിക്കാതിരുന്ന ഹവ്വയെപ്പോലെയും പിന്നോട്ട് നോക്കി നശിച്ച ലോത്തിന്റെ ഭാര്യയെപ്പോലെയും വീണുപോയ സഫീറയെപ്പോലെയുമല്ല, പിന്നെ ഹന്നയെപ്പോലെ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായി, നവോമിയും രൂത്തും പോലെ ഐക്യത്തിലും സ്നേഹത്തിലും നിൽക്കുന്നവരായി, എസ്തേറിനെ പോലെ ഏത് സാഹചര്യത്തിലും തന്റെ ദൈവത്തിൽ വിശ്വാസം വെക്കുന്നവരായി നമ്മെ തന്നെ ഒരുക്കിക്കൊള്ളാം. നിങ്ങൾ നിരീക്ഷിക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും. അതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കുവീൻ.